പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ വാർത്താപ്പകൽ കണ്ട പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കരിമണൽ കമ്പനിയായ CMRL-നെതിരെ ഗുരുതര ആരോപണമാണ് ഇന്ന് SFIO ദില്ലി ഹൈക്കോടതിയിൽ ഉന്നയിച്ചത്. ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്കും CMRL പണം നൽകിയെന്ന് സംശയിക്കുന്നതായും അന്വേഷണം നടക്കുകയാണെന്നും SFIO ദില്ലി ഹൈക്കോടതിയെ അറിയിച്ചു. CMRL എക്സാലോജിക് ഇടപാടിൽ അന്വേഷണം പൂർത്തിയായി. രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാനായിരുന്നോ ശ്രമമെന്ന് അന്വേഷിക്കുന്നുവെന്നും SFIO കോടതിയെ അറിയിച്ചു. ശ്യാം ദേവരാജ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്യാം ദേവരാജ്, SFIO ദില്ലി ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് ഗുരുതരമായ കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ CMRL ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് പണം നൽകിയെന്നൊരാരോപണം അത്യന്തം ഗുരുതരമാണ്. പക്ഷേ CMRL എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം പൂർത്തിയായെന്നും അതിലെന്തെങ്കിലും തെളിവ് കിട്ടിയതായും കൃത്യമായിട്ടും ഇന്ന് ദില്ലി ഹൈക്കോടതിയിൽ SFIO അറിയിക്കുന്നില്ല. മാത്രവുമല്ല, ഈ വിഷയത്തിലൊരു അഴിമതി നടന്നിട്ടുണ്ടോ, കൈക്കൂലി കൊടുത്തിട്ടുണ്ടോ എന്നതിൽ പോലും ഒരു കൺക്ലൂസീവായി ഒരു നിഗമനത്തിലെത്താൻ ഇതുവരെയും SFIOയ്ക്ക് സാധിച്ചിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, CMRL-നെതിരെ ഗുരുതരമായ ആരോപണം. രണ്ട്, CMRL എക്സാലോജിക് വിഷയത്തിൽ കൃത്യമായ കണ്ടെത്തലിലേക്ക് എത്തിയിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് ശ്യാം ദേവരാജ്? ഡോക്ടർ അരുൺകുമാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്വേഷണത്തിന്റെ പുരോഗതി ഈ ഹൈക്കോടതിയെ അറിയിക്കുക എന്നത് SFIOയുടെ ബാധ്യതയല്ല. അത്തരമൊരു നടപടിക്രമങ്ങളിലേക്ക് SFIO കടക്കേണ്ടതുമില്ല. അതുകൊണ്ട് SFIOയുടെ മുന്നിലുള്ള അല്ലെങ്കിൽ ഡൽഹി ഹൈക്കോടതിയുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്നത് ഈ CMRL എക്സാലോജിക് കരാറുമായി ബന്ധപ്പെട്ട് SFIO അന്വേഷണം അനിവാര്യമാണോ എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ ആ അന്വേഷണം പൂർത്തിയായി എന്നാണ് SFIO ഇന്ന് ഹൈക്കോടതിയിൽ അറിയിച്ചത്. അതുമായി ബന്ധപ്പെട്ട അന്തിമമായ വാദമാണ് നടക്കുകയും ചെയ്യുന്നത്. നേരത്തെ CMRL-ന്റെ വാദം വിശദമായി ഡൽഹി ഹൈക്കോടതി കേട്ടിരുന്നു. ഇന്ന് SFIOയുടെ വാദം, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ വാദം കേൾക്കുന്നു. അങ്ങനെ വാദം കേൾക്കുമ്പോഴാണ് ഇതിന്റെ അന്വേഷണം പൂർത്തിയായി എന്ന കാര്യം SFIO ഹൈക്കോടതിയെ അറിയിക്കുന്നത്. ഇതിന്റെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് നൽകിയെന്ന കാര്യവും കൂടി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അരുൺകുമാർ സൂചിപ്പിച്ചത് തന്നെയാണ്, അതിന്റെ വസ്തുതകൾ എന്ത് എന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിശദീകരണം നൽകാൻ അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ വാദത്തിനിടെ പോലും പറയാൻ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ തയ്യാറായിട്ടുമില്ല. അതിനപ്പുറത്തേക്ക് അവർ പറയുന്ന വളരെ ഗുരുതരമായ ഒരു ആരോപണം, ആക്ഷേപമുണ്ട്. അത് CMRL-ലുമായി ബന്ധപ്പെട്ടാണ്. ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്കും CMRL പണം നൽകിയോ എന്ന് സംശയമുണ്ട് എന്നാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ സൂചിപ്പിക്കുന്നത്. അത് ഗൌരവതരമായ ഒരു അന്വേഷണമാണ്. അത് സ്വാഭാവികമായും നിലവിൽ SFIO നടത്തുന്നത് ഒരു വസ്തുതാന്വേഷണമാണ്. ആ വസ്തുതാന്വേഷണത്തിന്റെ ഭാഗമായി അവർ കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകും. അതിന്മേൽ എന്തെങ്കിലും നടപടി എടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അതൊരു ക്രിമിനൽ തലത്തിലുള്ള ഒരു അന്വേഷണമല്ല. പക്ഷെ അതിനിപ്പുറത്തേക്ക് ഇത് ഭീകരവാദത്തിനടക്കം അല്ലെങ്കിൽ ഭീകര സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് പണം നൽകിയിട്ടുണ്ടെന്നൊരു ഗൌരവതരമായ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അതിന്മേൽ മറ്റൊരു ഏജൻസിയുടെ മറ്റൊരു രീതിയിലുള്ള അന്വേഷണം കടന്നു വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. SFIO അക്കാര്യത്തിലുള്ള ഒരു അറിയിപ്പ് ആ അന്വേഷണ ഏതാണോ ആ അന്വേഷണ ഏജൻസിക്ക് കൈമാറിയിട്ടുണ്ട് എന്ന സൂചന കൂടി അവർ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇത് ഒരു രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാനാണോ CMRL ഈ രീതിയിൽ പണം നൽകിയത് എന്ന രീതിയിലുള്ള ഗൌരവതരമായ ഒരു പരാമർശം കൂടി, ഒരു വാദവും കൂടി അവർ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്യുന്നു. ഇതിൽ CMRL നൽകിയ ഹർജിയിൽ 23-ന് വീണ്ടും ഡൽഹി ഹൈക്കോടതി വാദം കേൾക്കും. താങ്ക് യു ശ്യാം ദേവരാജ്, ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ് ആണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയിരിക്കുന്നത്.